നോക്കാൻ പോകുന്നത് ഒരു മ്യൂസിക് പ്ലെയർ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതായത് നമ്മളെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന മ്യൂസിക് പ്ലെയർ ഇതിപ്പോൾ ഒരു 20 വാട്ട്സ് ഔട്ട്പുട്ടുള്ള ഒരു മ്യൂസിക് പ്ലെയർ നമുക്ക് എങ്ങനെ സ്വന്തം വീട്ടിലുണ്ടാക്കാം എന്നുള്ള അതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഇതാണ് ശരിക്കും ബ്ലൂടൂത്ത് മോഡ്യൂൾ എന്ന് പറയും. ഇത് നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ സിഗ്നലും അതുപോലെ തന്നെ USB അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടുകൾ, അതുപോലെ തന്നെ FM റേഡിയോയുടെ ഔട്ട്പുട്ടുകളെല്ലാം ഓഡിയോ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ബോർഡാണ് ഈ ഒരു ബ്ലൂടൂത്ത് ബോർഡ് എന്ന് പറയും, അല്ലെങ്കിൽ അതിൻ്റെ മോഡ്യൂൾ എന്ന് പറയും. ഇത് നമുക്ക് 5 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് അതിൻ്റെ ഒരു ഓൺ ഓഫ് സ്വിച്ചാണ്. അപ്പോൾ ഇത് വന്നിട്ട് അതിൻ്റെ നമുക്ക് വോളിയം കൺട്രോളർ, ഇത് വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഒരു യൂണിറ്റാണ്. ഇതാണ് നമ്മുടെ ശരിക്കും ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇതിനെ ക്ലാസ് D ആംപ്ലിഫയർ എന്നതിന് നമുക്ക് പറയാം. ഈ ക്ലാസ് D ആംപ്ലിഫയർ എന്ന് പറയുന്നതാണ് ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഹൈ എഫിഷ്യൻസി ഉള്ള ഔട്ട്പുട്ടുകളെ കിട്ടാൻ ഇപ്പോൾ മാർക്കറ്റിൽ വരുന്ന ഒരു ആംപ്ലിഫയറാണ് ക്ലാസ് D ആംപ്ലിഫയർ. ഇതിൽ നമുക്ക് ലെഫ്റ്റ് 10 വാട്ട്സും അതുപോലെ തന്നെ റൈറ്റ് 10 വാട്ട്സ് ആയിട്ട് 20 വാട്ട്സ് ഔട്ട്പുട്ടുള്ള ഒരു ആംപ്ലിഫയറാണ് ക്ലാസ് D ആംപ്ലിഫയർ. ഈ ക്ലാസ് D എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അടുത്തൊരു വീഡിയോയിൽ പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതൊരു റെഗുലേറ്റർ സർക്യൂട്ടാണ്. ഈ റെഗുലേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് 5 വോൾട്ടാണ് നമുക്ക് ഈ ബ്ലൂടൂത്ത് മോഡ്യൂളിന് വേണ്ടത്. അപ്പോൾ നമുക്ക് 12 വോൾട്ട് പവർ സപ്ലൈ നമുക്ക് 5 വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഈ റെഗുലേറ്റർ സപ്ലൈ യൂസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു അഡാപ്റ്ററാണ്, ഇത് 12 വോൾട്ട് അഡാപ്റ്റർ, കണക്റ്റിംഗ് വയർ, അതുപോലെ തന്നെ ഇത് നമ്മുടെ കേസ് നമുക്ക് നമ്മുടെ എല്ലാം ചെയ്തിട്ട് ആ ബോർഡ് നമ്മൾ ഉപയോഗിക്കുക. ഇതിലാണ് അത് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്, ആ ബോർഡാണ്. പിന്നെ അതുപോലെ ഇതാണ് നമുക്ക് അഡാപ്റ്റർ കൊടുക്കേണ്ട കണക്റ്റിംഗ് വയർ. പിന്നെ നമ്മളൊരു സ്പീക്കർ കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്പീക്കർ, ഔട്ട്പുട്ട് സ്പീക്കർ. അപ്പം ഇത് എങ്ങനെയാണ് നമുക്ക് കണക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കിനി കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.